ഭഗവാൻ പാഞ്ചാലിയുടെ ചെരുപ്പെടുക്കുന്ന ഒരു രംഗമുണ്ട് ഭീഷ്മപിതാമഹന്റെ അടുത്തേക്ക് പോകാൻ. ഉടനെ ഞാൻ എന്റെ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, കാരണം അന്നേ ഭഗവാൻ അറിയായിരുന്നു ചെരുപ്പ് പുറത്തിട്ട് കഴിഞ്ഞാൽ അടിച്ചു കൊണ്ടുവന്ന കുറെ ആൾക്കാരുണ്ടാവുമെന്ന്. അതാണ് സംസ്കാരം. അപ്പൊ അങ്ങനെ സുരക്ഷിതത്വമില്ലാത്തൊരു സൊസൈറ്റിയിൽ എന്ത് നാമം ചെല്ലാൻ പറ്റും? ഈവൺ ആളുകൾ ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് തോന്നുന്നുണ്ട് നാരായണ നാരായണൻ, എന്ത് നാരായണൻ? മനസ്സപ്പോഴേക്കും ഡിസ്റ്റർബ്ഡായി. കാരണം സൊസൈറ്റി സുരക്ഷിതമല്ല, ഒരു പീസ്ഫുൾ സൊസൈറ്റി അല്ല. ഒരു പീസ്ഫുൾ സൊസൈറ്റിയിൽ മാത്രമേ മനുഷ്യന് ഭൗതികവും ആത്മീയവുമായ പുരോഗതി. ഇത് ഈ യജ്ഞഭാവന കൊണ്ട് നേടിയെടുക്കണം. ഹൗ വി ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ യജ്ഞഭാവന വി ക്യാൻ ചേഞ്ച് ദ വേൾഡ്. യജ്ഞഭാവന എന്ന് പറഞ്ഞാൽ, അത് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കാൻ കാരണം നിങ്ങളെ മനസ്സിൽ ഉറപ്പിക്കണം. യജ്ഞഭാവന എന്ന് പറഞ്ഞാൽ നികൃഷ്ടമായത് എടുത്താലും ഉത്കൃഷ്ടമായത് പ്രകടിപ്പിക്കണം. അത് നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം. ഞാൻ മറ്റൊരാളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കില്ല. ഇത് നമ്മൾ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാണല്ലോ മനസ്സിനൊരു വലിയൊരു പരിവർത്തനം വരും എന്ന് ഭഗവാൻ പറയാണ്. എന്നിട്ട് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഭഗവാൻ കള്ളൻ എന്ന് ചിലരെ വിളിക്കുകയാണ്. ആരാണ് ഈ കള്ളൻ? ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാം തൈർദത്താന പ്രദായേഭ്യം യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ സ്തേന, അവൻ കള്ളനാകുന്നു. ഭഗവാൻ അത്തരക്കാരെയാണ് കള്ളൻ എന്ന് വിളിക്കുന്നത്. ഹൂ ഈസ് എ തീഫ്? ആരെയാണ് നമ്മൾ കള്ളൻ എന്ന് വിളിക്കേണ്ടത്? ഇന്ന് നമ്മൾ വീട്ടിൽ കയറി മാല മോഷ്ടിച്ചു, അല്ലെങ്കിൽ അതെടുത്തു ഇതെടുത്തു, പണ്ടെടുത്തു കൊണ്ടുപോയി, അതെടുത്തു കൊണ്ടുപോയി, അമ്പലത്തിൽ തുറന്ന് വിഗ്രഹം എടുത്തു കൊണ്ടുപോയി, അല്ലെങ്കിൽ ഭണ്ഡാരം പൊളിച്ചുകൊണ്ട്, ഇവരൊക്കെയാണല്ലോ ഇന്ന് കള്ളന്മാര്. പിക് പോക്കറ്റ് ചെയ്യുന്നവരും പലരും, ഇവരൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് കള്ളൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അഴിമതി നടത്തിയവരൊക്കെയാണ് കള്ളന്മാര്. എന്നാൽ ഭഗവാൻ പറയുന്നു, ദേ ആർ ദ ക്രിമിനൽസ്. ഇവരാണ് കള്ളന്മാര്. ആരാണ് കള്ളന്മാര്? യോ ഭുങ്ക്തേ സ്തേന, ആര് ഭുജിക്കുന്നോ അവൻ കള്ളൻ. എങ്ങനെ ഭുജിക്കുന്നവരാണ്? ശ്രദ്ധിക്കണേ, ഭഗവാൻ പറയുന്നു, ദേവാ യജ്ഞഭാവിത ഇഷ്ടാൻ ഭോഗാൻ ദാസ്യന്തേ. ഏത് ദേവന്മാരാണോ നമുക്ക് ഇഷ്ടാൻ ഭോഗാൻ, നമുക്ക് വേണ്ടതൊക്കെ തന്നിട്ട് ആ തന്നിരിക്കുന്നതിനെയൊക്കെ തൈ ദത്താൻ ഏഭ്യ, അവരാൽ നൽകപ്പെട്ട തൈർ എന്നുള്ളത് സംസ്കൃതത്തിൽ വായിക്കുമ്പോ നമ്മള് മോരിൽ നിന്നുണ്ടാവണ തൈരല്ല. സംസ്കൃതം അറിയാത്തവര് ശ്രദ്ധിക്കണം. തൈ രണ്ട് കുത്താണത്. തൈ എന്നുള്ളതിന് അവരാൽ നൽകപ്പെട്ടിരിക്കുന്ന ദത്തമായിരിക്കുന്നതൊക്കെ, ആ തന്നിരിക്കുന്നതൊക്കെ യോ ഭുങ്ക്തേ, ആരെ എടുത്തു വെച്ച് ഭുജിക്കുന്നുവോ, ഷെയർ ചെയ്യാതിരിക്കുന്നുവോ, സസ്തേനയേവസ, അവനാണ് കള്ളൻ. ആരാണ് കള്ളൻ? തനിക്ക് കിട്ടിയിരിക്കുന്നത് തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം എടുത്തു വെക്കുന്നവരാണ് കള്ളൻ എന്ന് പറയുന്നത്. ഷെയറിംഗ് മൈൻഡ് ഇല്ലാത്തവരൊക്കെ കള്ളന്മാരാണ്. വെറുതെ അല്ല ഭഗവാൻ ചിലരുടെയൊക്കെ ജീവിതം ദുരിതാക്കി തരുന്നത്. അപ്പൊ കള്ളൻ എന്നൊക്കെ പറയുമ്പം നമ്മളിലേക്കൊന്ന് നോക്കുക, ഭഗവാനെ ഞാനൊരു കള്ളനാണോ എന്ന്. അപ്പൊ നമ്മളൊക്കെ ഒരു കള്ളന്മാര് തന്നെയാണ്. കാരണം പലതും നമുക്ക് തന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ എടുത്തു വെക്കുകയാണ്, അതൊക്കെ നമ്മൾ പങ്കുവെക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോ കള്ളൻ ആരാണ്? എന്തിനാ നിങ്ങൾ അടുത്ത ആളെ നോക്കുന്നത്? കള്ളൻ എന്ന് പറഞ്ഞപ്പോ അടുത്തിരിക്കുന്ന ആളല്ല കള്ളൻ. ആരാണോ കിട്ടിയതിനെ എടുത്തു വെച്ചിട്ട് പങ്കുവെക്കാതിരിക്കുന്നത് അവരൊക്കെ കള്ളന്മാര് തന്നെയാണ്. എളുപ്പമാണ് മറ്റുള്ള ഒരാളെ നോക്കാൻ. ഓ നീ തന്നെയാ കള്ളൻ. സൗകര്യമാണല്ലോ നമുക്ക്. നമ്മുടെ സ്വഭാവങ്ങളൊക്കെ അത്ഭുതം തന്നെയാണേ. അപ്പോ ഇത് പരിശീലിച്ചെടുക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഏത് പരിശീലിക്കണം? കള്ളനാവാനല്ല, അത് വേഗം സാധിക്കരുത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് നമുക്ക് ദേവന്മാര് തന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നും നമ്മൾ നോക്കുമ്പോൾ അത്ഭുതങ്ങളാണ്. നമുക്ക് കാഴ്ച തന്നിട്ടുണ്ട്, അല്ലേ? എത്രയോ ആളുകൾക്ക് കാഴ്ചയില്ലാത്തവരുണ്ട്.
അപ്പൊ നല്ലത് കാണാനുള്ളൊരു കഴിവ്, നല്ലത് ചെയ്യാനുള്ളൊരു കഴിവ്. അപ്പൊ ഈ കാഴ്ചയുള്ളത് കൊണ്ട് നമുക്ക് പ്രകൃതിയെ സുന്ദരമാക്കി വെക്കാനുള്ളൊരു കഴിവുണ്ട്. ഈ പ്രകൃതിയെ നമ്മൾ സുന്ദരമാക്കി വെക്കണം. നമ്മുടെ വീടിനായാലും ചുറ്റുപാടായാലും അത് നമ്മളൊരു സുന്ദരമാക്കി വെക്കണം. നമ്മൾ പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണത്. കണ്ണുകൊണ്ട്, കൈകൾ നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു സേവനമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കും വേണ്ടി ഏതോ കൈകൾ കാത്തിരിക്കും. ഇതുപോലെ നമുക്ക് വാക്കുകൾ തന്നിട്ടുണ്ട്, നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ഇങ്ങനെ അനവധി ഉപകരണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അവരാൽ നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകളൊക്കെ കേവലം നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സമ്പത്ത് നേടിക്കൊണ്ട് വീടും വെച്ച് അതിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടി ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ കള്ളന്മാരാണ്. അപ്പൊ നമ്മൾ പങ്കുവെക്കാൻ പഠിക്കണം. കേവലം ഇത് സമ്പത്ത് മാത്രം പങ്കുവെക്കുന്നതിനല്ല പറയുന്നത്, ഈവൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകളെയും കഴിവുകളെയും ഒക്കെ നമ്മൾ പങ്കുവെക്കണം. ഇത് നമ്മൾ പങ്കുവെക്കും തോറും, മനുഷ്യ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, പങ്കുവെക്കും തോറും വളർന്ന് വികസിക്കുന്നതാണ്. അതൊക്കെ നമ്മുടെ അനുഭവമാണ്. നമ്മൾ ഈ ഭാഗവതമൊക്കെ പറയുമ്പോൾ തോറുണ്ടല്ലോ, ഭഗവത്ഗീതയൊക്കെ പറയും തോറും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കൂടിക്കൂടി വരികയാണ്. ഒരിക്കൽ ആദ്യം വായിച്ച പോലെയല്ല പിന്നീട് ഭാഗവതം രണ്ടാമത് വായിക്കുമ്പോൾ, പിന്നെ വായിച്ചതുപോലെയല്ല മൂന്നാമത് വായിക്കുമ്പോൾ. പലരും ചോദിക്കാറുണ്ട്, എന്താ സ്വാമി നിങ്ങൾ ടോട്ടലി ഇന്റർപ്രിട്ടേഷൻ മാറിപ്പോകുന്നല്ലോ, പുതിയ പുതിയ രീതിയിൽ വ്യാഖ്യാനങ്ങൾ വരും. കാരണം നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് വ്യത്യാസം വരും, നമ്മുടെ വ്യാഖ്യാനങ്ങൾ വ്യത്യാസം വരണം. അപ്പൊ അതെങ്ങനെ സാധിക്കുള്ളൂ? നമ്മൾ കൊടുക്കും തോറും പ്രയോജനം മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമുക്ക് തന്നെയാണ്. നമ്മളാണ് വികസിക്കുന്നത്. എടുത്തു വെക്കും തോറും നമ്മൾ ചുരുങ്ങാണ്. അതുകൊണ്ടാണ് നോക്കൂ, നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാർ ഒരുപാടുണ്ട്, എത്രയോ പ്രൊഫസേഴ്സ് ഉണ്ട്, എത്രയോ ഡോക്ടർമാരുണ്ട്, എത്രയോ ഹൈലി ക്വാളിഫൈഡ് ഉണ്ട്. പക്ഷെ അവരെയൊന്നും ഗ്രേറ്റ് ആയിട്ട് ആരും കണക്കാക്കുന്നില്ല. കാരണം അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിച്ച് അവരുടെ നോളജും സ്കില്ലും അവർ കുറെ പണം ഉണ്ടാക്കി ഒരു വീട് വെച്ച് ജീവിച്ചു. ഹൂ കെയർസ് ദം? ആരവരെ കെയർ ചെയ്യുന്നു? ഒരു പുഴു ചത്തുപോകുന്ന പോലെയാണ് അവസാനം അവർ ചത്തുപോകുന്നത്. ഇപ്പൊ റീസെന്റ് നമ്മൾ കണ്ടു മൈക്കിൾ ജാക്സൺ. അയാൾ എന്തൊക്കെ ചീത്തവശങ്ങൾ ഉണ്ടെങ്കിലുണ്ടല്ലോ, അയാളിൽ ചില ഗ്രേറ്റ്നെസ് ഉണ്ട്. എത്രയോ ഓർഫനേജിന് വേണ്ടി അദ്ദേഹം പാടിയിട്ട് ഡൊണേഷൻ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട്. എത്രയോ ഓൾഡ് ഏജ് ഹോമുകൾക്ക് വേണ്ടി അദ്ദേഹം പാടിയിട്ട് എത്രയോ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല വശങ്ങളുണ്ട് അയാളിൽ. അതുകൊണ്ടാണ് മില്യൺ ഓഫ് ആളുകൾ അയാൾക്ക് വേണ്ടി ലാസ്റ്റ് കരയുന്നത്. There are some great things. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കാണുന്നത്, നമ്മൾ കൊടുക്കും തോറും പ്രയോജനം നമുക്ക് തന്നെ. നമ്മൾ ഷെയർ ചെയ്യും തോറും നമുക്കാണ് പ്രയോജനം. അതുകൊണ്ട് ഷെയറിംഗ് മെന്റാലിറ്റി ഇല്ലാത്തവരെയാണ് ഭഗവാൻ കള്ളൻ എന്ന് വിളിച്ചത്. ഇനി നിങ്ങൾ സ്വയം ചോദിക്കൂ, നമ്മൾ കള്ളനാണോ? അടുത്താളെ നോക്കണ്ട, നമ്മളെ തന്നെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. കൊടുക്കാൻ പഠിക്കുക. സമൂഹം അങ്ങനെയാണ് നന്നാവുന്നത്. മനസ്സിലായില്ലേ? സമൂഹം നന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അവിടെ എന്തില്ല, അതിൻ്റെയൊക്കെ ഒരു സേവനങ്ങള്. അപ്പൊ അത് നീരാവിയാക്കി ശുദ്ധമായ മാലിന്യമില്ലാത്ത വെള്ളം നമുക്ക് തിരിച്ചു തരുന്നത് പോലെ കൊണ്ടുപോകുന്നത് മാലിന്യമുള്ളതാണ്. എല്ലാ അഴുക്കുകളൊക്കെ ഉള്ള വെള്ളമാണ്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും അത് ശുദ്ധീകരിക്കപ്പെട്ടു. അതാണ് നമുക്ക് തരുന്നത്. ഇതുപോലെ നമ്മൾ മാലിന്യം കിട്ടിയാലും കൊടുക്കുന്നത് ശുദ്ധീകരിക്കപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ നാളത്തെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ശ്ലോകം നമ്മൾ പഠിച്ചു വെക്കണം. നാം എടുത്തു വച്ചാൽ അത് രോഗത്തിലേക്ക് നമ്മളെ വഴിതെളിയിക്കും. നാം പങ്കുവെച്ചാൽ അത് നമ്മുടെ മനസ്സിനെ സമബുദ്ധിയിലേക്ക് വഴിതെളിയിക്കും. സമബുദ്ധിയുള്ള മനസ്സിനെ ആരിലേക്ക് ഉയരാൻ പറ്റുള്ളൂ? ഭഗവാൻ. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ആർക്കെന്നെ പ്രാപിക്കാൻ സാധിക്കും? റെഗുലർലി അമ്പലത്തിൽ വരുന്ന ഒരാൾക്ക് ഭാഗവതത്തിലോ ഭഗവത്ഗീതയിലോ ഞാൻ വായിച്ചിട്ടില്ല. വളരെ ശ്രദ്ധിക്കും നിങ്ങൾ, ശാസ്ത്രങ്ങൾ വായിക്കൂ, അപ്പം മനസ്സിലാവും. ഭഗവാൻ പറയണു, എന്നെ പ്രാപിക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? തേ പ്രാപ്നുവന്തി മാമേവ. തേ പ്രാപ്നുവന്തി, അവരെന്നെ പ്രാപിക്കും എന്നാണ്. ആരാണ് പ്രാപിക്കുന്നത്? സർവത്ര സമബുദ്ധയാം. സർവത്ര സമബുദ്ധി വന്നവർക്ക് എന്നെ പ്രാപിക്കാൻ സാധിക്കും. ഗീതയിലെ 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം, യം ഹി നവ്യതയന്തേതേ പുരുഷം പുരുഷർഷഭാം സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. സഹ അമൃതത്വായ കൽപ്പതേ. ഹി ഈസ് ക്വാളിഫൈഡ് ഫോർ അമൃതത്വം. മൃതമില്ലാത്ത എന്നെ പ്രാപിക്കാൻ ഹി ഈസ് ക്വാളിഫൈഡ്. ആരാണ് ക്വാളിഫൈഡ്? സർവത്ര സമബുദ്ധയാം.
ആരാണോ സമബുദ്ധി കൈവരിക്കുന്നത് അവര്. ഇതൊക്കെ ഭഗവാൻ നമ്മളോട് പറയാൻ കാരണം, നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ ആ മനസ്സിനൊരു യോഗ്യത വരണം. ആ യോഗ്യത വരണമെങ്കിൽ എടുത്തുവെക്കുന്ന സ്വഭാവത്തിൽ നമ്മൾ പങ്കുവെക്കുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ വരണം. അപ്പൊ നമ്മുടെ സ്വഭാവം നല്ലതായിട്ട് പങ്കുവെക്കണം, നമ്മുടെ സമ്പത്തിനെ നമ്മൾ പങ്കുവെക്കണം എന്ന് മാത്രമല്ല, നമ്മുടെ അറിവിനെ നമ്മൾ പങ്കുവെക്കണം, കഴിവിനെ പങ്കുവെക്കണം, പ്രകൃതിയെ സുന്ദരമാക്കി പങ്കുവെക്കണം. ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ നല്ല രീതിയിൽ ഒരു പങ്കുവെക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ ഉത്കർഷതയിലേക്ക് നാം അറിയാതെ ഉയർന്നിരിക്കുന്നവരെയാണ്. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് പരിശുദ്ധീകരിക്കപ്പെടും. നിങ്ങൾ മനസ്സിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. ഇവിടെ ഇങ്ങനൊരു ജീവിതം നിങ്ങൾ ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ പാപികളായി നമ്മൾ നാളെ രോഗത്തെ ഭുജിക്കാനായി ഈ ലോകത്തിലേക്ക് വീണ്ടും തിരിച്ചു വരേണ്ടി വരും. അപ്പൊ നാളത്തെ രോഗങ്ങൾ നിശ്ചയിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ജീവിത രീതികളാണ്. അതുകൊണ്ട് ആ ജീവിതത്തെ നമ്മൾ മാറ്റിയെടുത്തേ പറ്റുള്ളൂ എന്ന് ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ശ്ലോകം വളരെ ശ്രദ്ധിക്കൂ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ മനസ്സിൽ കണ്ടെത്തണം, മനസ്സിൽ ഉറപ്പിക്കണം. എന്തുകൊണ്ട് ചിലര് ജന്മനാ തന്നെ അംഗവൈകല്യങ്ങളും രോഗികളൊക്കെ മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണ് ഇങ്ങനെ ആയിത്തീരുന്നത്? കോസ് ഇല്ലാതെ ഇഫക്റ്റ് ഉണ്ടാവില്ല. അത് സയൻസിന്റെ നിയമമാണ്. ഒരു കാരണമില്ലാതെ ഒരിക്കലും കാര്യമുണ്ടാവില്ല. അപ്പൊ ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കർമ്മം അത് തിരിച്ച് എന്നിലേക്ക് വന്നേ പറ്റുള്ളൂ. അപ്പോഴേ കർമ്മചക്രം പൂർത്തിയാവുള്ളൂ. ഭൂമിയിൽ നിന്നും പോയ സാധനം തിരിച്ചു ഭൂമിയിലെത്തണം. കടലിൽ നിന്നും പോയ വെള്ളം തിരിച്ച് കടലിലേക്ക് എത്തണം. ഇതുപോലെ എന്നിൽ നിന്നും ചെയ്യപ്പെട്ട ചില കർമ്മങ്ങൾ എന്നിലേക്ക് തിരിച്ചെത്തണം. അപ്പൊ ഞാൻ എടുത്തു വെക്കുന്ന ചില സംസ്കാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ എന്നിലേക്ക് തിരിച്ചു വന്നിരിക്കണം. അപ്പൊ ഞാൻ തന്നെയാണ് എനിക്ക് രോഗങ്ങൾ ഓർഡർ ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് എന്റെ ജീവിതത്തെ നാശത്തിലേക്ക് തിരിച്ചുവിടുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നാശത്തിലേക്ക് ജീവിതം പോവാതിരിക്കണമെങ്കിൽ നാം ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമുക്ക് ദേവന്മാരാൽ നൽകപ്പെട്ടിട്ടുള്ള കഴിവുകളൊക്കെ, പറയാനും കേൾക്കാനും ചെയ്യാനുമുള്ള കഴിവുകളൊക്കെ ഒന്ന് ഉണർത്തിവിട്ട് അത് മറ്റുള്ളവർക്ക് നമ്മൾ പങ്കുവെക്കാൻ തുടങ്ങും തോറും നമ്മളിൽ തന്നെ നാം അറിയാത്തൊരു പരിശുദ്ധീകരണം സംഭവിച്ച് നാം അറിയാതെ മനസ്സ് ബാലൻസ്ഡ് ആയി കഴിഞ്ഞ് ഏത് തരത്തിലുള്ള വിമർശനങ്ങളെയും പരിഹാസ്യങ്ങളെയും നിന്ദകളെയും നമുക്ക് സ്വീകരിക്കാനും നമ്മളിൽ നിന്ന് പുഞ്ചിരിയോടുകൂടി ഒരു നല്ല പെരുമാറ്റം നമുക്ക് കൊടുക്കാനും സാധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സമബുദ്ധി കൈവന്ന് ആ സമബുദ്ധി കൊണ്ട് നമുക്ക് ആരെ കൈവരിക്കാം? ഭഗവാനെ കൈവരിക്കാം. ഇതാണ് ജീവിതത്തിന്റെ രഹസ്യം. അത് നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നാം നമ്മുടെ ശവക്കുഴി കുഴിക്കുന്നു പറയാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങൾ ഭാഗവതത്തിലൂടെയൊക്കെ പഠിക്കൂ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൂടെ എത്രയോ കാലം ജീവിച്ച അച്ഛനായ വസുദേവര് സ്വന്തം പുത്രനെ ദൈവമായി കണ്ട് ഒരു തെറ്റായ ധാരണയിലെങ്ങോട്ട് മനസ്സുറപ്പിച്ചു, ഈ കൃഷ്ണനൊക്കെ നോക്കിക്കോളൂന്ന്. അവസാനം കുലത്തിന്റെ നാശം വന്ന സമയത്തുണ്ടല്ലോ, കൃഷ്ണൻ അങ്ങോട്ട് കൈവിട്ടു. കുലത്തെ ഒന്നും നേരെയാക്കാൻ ഭഗവാൻ പോയില്ല. കാരണം അവർ ചെയ്തു വെച്ചത് അവരനുഭവിക്കുകയാണ്. ആ സമയത്താണ് വസുദേവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാരദരോട് ചോദിക്കുന്നത്, ഞാൻ എത്രയോ പുണ്യം ചെയ്തിട്ടാണ് കൃഷ്ണനെ എനിക്ക് പുത്രനായി കിട്ടിയതെന്നാ പറയുന്നത്. പക്ഷേ എന്റെ ജീവിതത്തിൽ കൃഷ്ണനെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ. ഭയത്താലും ദുഃഖത്താലും എന്റെ മനസ്സ് തളർന്നു കിടക്കുന്നുവല്ലോ. ഇതൊന്നൊന്ന് പുറത്തു കൊണ്ടുവരാൻ എന്താ വഴിയെന്ന് നാരദ മഹർഷി പറയുന്ന വാക്കുകളുണ്ടല്ലോ. വസുദേവരെ, അങ്ങ് തന്നെ അങ്ങയുടെ മനസ്സിനെ ഉയർത്തണം. വേറൊരാൾക്കും ഉയർത്താൻ സാധ്യല്ല. കൃഷ്ണൻ നോക്കും എന്നൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞിരിക്കരുത്. അതുപോലെ നമ്മൾ ദൈവം നോക്കും എന്ന് പറഞ്ഞിരിക്കരുത്. ദൈവം ഒന്നും നോക്കാൻ പോകുന്നില്ല. ദൈവം അമ്പലങ്ങളൊക്കെ വച്ചിരിക്കുന്നത് നമുക്ക് നല്ലൊരു മനസ്സിനെ വാർത്തെടുക്കാനുള്ള നല്ലൊരു സംസ്കാരം ആർജിച്ചെടുക്കാനാണ്. പക്ഷെ ഇന്ന് നമ്മുടെ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു സംസ്കാരം പോലും അതുപോലെ അപകടത്തിലാവുന്ന സംസ്കാരമായി തീരുമോ എന്നുള്ളൊരു സംശയം. നോക്കൂ നിങ്ങൾ. അപ്പൊ അതൊക്കെ ഒരു തിരിച്ചറിഞ്ഞ് നമുക്ക് മാറ്റം വരുത്തിയേ പറ്റുള്ളൂ. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്കൃഷ്ടത വരുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഭഗവാൻ 2 ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് പ്രകൃതിയിൽ ഈ യജ്ഞ സംസ്കാരം നടക്കുന്നത് എന്നുള്ളത് ഭഗവാൻ പറയുന്നു. അന്നാൽ ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവം യജ്ഞാത് ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവം
കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഈ ശ്ലോകം പ്രധാനപ്പെട്ട 2 ശ്ലോകങ്ങളാണ്. ഇത് മനഃപ്പാഠം പഠിക്കണം നിങ്ങൾ. ഗീതയിലെ ചില ശ്ലോകങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ പതിക്കുന്നത് നല്ലതാണ്. ഒന്നുകൂടി ഞാൻ വായിക്കാം. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവം യജ്ഞാൽ ഭവതി പർജന്യം യജ്ഞകർമ്മ സമുദ്ഭവം കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. സർവഗതം ബ്രഹ്മ. ഈശ്വരൻ എന്ന് പറയുന്നത് അരൂപിയാണ്, അദൃശ്യനാണ്, അവ്യക്തനാണ്. സർവഗതം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനാണ്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ ഹൗ വി കൻ പെർസീവ്, എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും? എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ ഭഗവാൻ മാനിഫെസ്റ്റ് ചെയ്യണമല്ലോ, എങ്കിലേ നമുക്ക് ഭഗവാനെ പെർസീവ് ചെയ്യാൻ പറ്റൂ, കാണാൻ പറ്റുള്ളൂ. ഭഗവാൻ പറയണു, വിഗ്രഹത്തിലൂടെയല്ല എന്നെ കാണണത്, എന്നെ കാണേണ്ടത് നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. എന്നെ നിങ്ങൾ കാണേണ്ടത് യജ്ഞഭാവനയിൽ കാണുമെന്നാണ്, യജ്ഞത്തിലൂടെ എന്നെ കാണുമെന്നാണ്. ഭഗവാൻ എന്ന് പറയുന്നത് സർവവ്യാപിയാണെങ്കിൽ ആ സർവവ്യാപിയായിരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യത്തെ നമ്മൾ, പ്രസൻസിനെ നമ്മൾ ഫീൽ ചെയ്യേണ്ടത് യജ്ഞത്തിലൂടെയാണ്. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എവിടെ നല്ല പെരുമാറ്റങ്ങളുണ്ടോ അവിടെ ആരുടെ സാന്നിധ്യമുണ്ട്? ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. അമ്പലത്തിലെ വിഗ്രഹത്തിൽ എന്റെ സാന്നിധ്യം കാണൂ എന്നല്ല ഭഗവാൻ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഹിന്ദുക്കളെ. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഒരാളോട് പെരുമാറുന്ന സമയത്ത് നമ്മളിലൂടെ ആരുടെ സാന്നിധ്യമാണ് പ്രകടമാവുന്നത്? നിങ്ങൾ ഭഗവാനെയാണ് പ്രകടമാക്കുന്നത്. അപ്പോ നമ്മൾ, അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിലുണ്ടല്ലോ ആസുരീ സമ്പത്തും ദൈവീക സമ്പത്തെന്നും പറയുന്നത്. ആസുരീ സമ്പത്ത് നമ്മളിൽ നിന്നും തെറ്റായിട്ടുള്ള സംസ്കാരങ്ങൾ പുറത്തു വരുന്ന സമയത്ത് ആസുരീ സമ്പത്ത് ഭഗവാൻ പറയുന്നു ആസുരീം ബന്ധായ, അത് നിങ്ങളെ ബന്ധിക്കും. എപ്പോ നിങ്ങളിൽ നിന്നും നല്ല സംസ്കാരങ്ങൾ പുറത്തു വരുന്നോ ദൈവീ സമ്പത്തി മോക്ഷായ, ദൈവീ സമ്പത്ത് നമ്മളെ കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഭഗവാനെ നമ്മൾ എവിടെ കാണാൻ ശ്രമിക്കണം? ഉറപ്പിച്ചു വെക്കണേ, ഭഗവാനെ നമ്മൾ കാണേണ്ടത് യജ്ഞഭാവനയിൽ കാണണം, യജ്ഞത്തിൽ കാണണം. അല്ലാതെ വിഗ്രഹത്തിൽ കാണൂ എന്നല്ല ഗീത പഠിപ്പിക്കുന്നത്. ആണോ? ആ ശ്ലോകം നോക്കൂ നിങ്ങൾ. തസ്മാത് സർവഗതം ബ്രഹ്മ. മനസ്സിലാവില്ലേ? തസ്മാത്, അതുകൊണ്ട്. ഞാൻ ആ ശ്ലോകം മുഴുവൻ പിന്നീട് മുഴുമിപ്പിക്കാം, എങ്കിലും ഇത് ഓർത്തു വെക്കൂ നിങ്ങൾ. സർവഗതം ബ്രഹ്മ. സർവഗതം എന്ന് പറഞ്ഞാൽ അർത്ഥാവില്ലേ? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അദൃശ്യമായ, അവ്യക്തമായ, അരൂപമായ ആ ബ്രഹ്മത്തെ, ഈശ്വരനെ എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും? യജ്ഞേ പ്രതിഷ്ഠിതം. നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഭഗവാൻ പ്രസന്റ് ആണ്. എവിടെ? അൺമാനിഫെസ്റ്റഡ് ആയിരിക്കുന്ന ഒരു ഭഗവാൻ മാനിഫെസ്റ്റഡ് ആയിരിക്കുന്നത്, നമുക്ക് കാണാൻ, പെർസീവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിൽക്കുന്നത് യജ്ഞത്തിലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ടാണ് ഭഗവാൻ ഇത്രയും നേരം യജ്ഞത്തിനെ എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കൂ. ദ മോർ യു ഗീവ്, ദ മോർ ദ ഗോഡ് ഈസ് എക്സ്പ്രസിംഗ് ത്രൂ യു. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ ദൈവസങ്കല്പങ്ങൾ വെച്ചപ്പോ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. ഇവരിലൊക്കെ സംസ്കാരങ്ങൾ വരുമ്പം ഇവരൊക്കെ ആരായി തീർന്നു? ഈശ്വരന്മാരെ തുല്യരായി തീർന്നു, അല്ലേ? ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു,
ഗുരുവിനെയാണ് ആദ്യം വെച്ചത്, പിന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെയൊക്കെ വെച്ചത്. അപ്പൊ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം സന്യാസിമാരെന്നല്ല അർത്ഥം. ഗുരു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഗുരുവല്ല പറയുന്നത്, ഗുരു. ആരാ ഗുരു? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണേ. ഗു എന്ന ശബ്ദത്തിന് അന്ധകാരം, അവിവേകം. രു എന്ന് പറഞ്ഞാൽ അത് മാറ്റുന്നവൻ. അപ്പൊ മറ്റുള്ളവരുടെ അന്ധകാരം മാറ്റുന്നവരൊക്കെ ഗുരുക്കന്മാരാണ്. അന്ധകാരം എന്ന് പറഞ്ഞാൽ അവിവേകം, അജ്ഞത, ദുഃഖം, വിഷമം, ഇങ്ങനെയുള്ളതൊക്കെ. അപ്പൊ നിങ്ങൾ ഒരാളുടെ ദുഃഖം മാറ്റി അവർക്ക് സന്തോഷം കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളൊരു ഗുരുവാണ്. അപ്പൊ നിങ്ങളിൽ ഈശ്വരന്റെ സാന്നിധ്യമാണ് പ്രകടമാവുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാക്കി മാറ്റുമ്പോൾ നമ്മളിലൂടെ കൂടുതൽ ആര് പ്രകടമാവും? ഈശ്വരൻ. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഈശ്വരൻ പ്രകടമാവണോ അതോ ഡാഷ് 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 ഡാഷ്. നിങ്ങൾ തീരുമാനിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ നോക്കൂ, പെരുമാറ്റത്തിലാണ് ആര് പ്രകടമാവേണ്ടത്? യജ്ഞഭാവനയോടുകൂടി യജ്ഞഭാവനയിൽ ജീവിക്കുന്നവരിലൂടെ ഭഗവാനാണ് പ്രകടമാവുന്നത്. ഭഗവാൻ ഒരു വലിയൊരു വിഷണറി ആയിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ഗീത പറയുന്ന സമയത്ത് കേവലം അർജുനനെ യുദ്ധോന്മുഖനാക്കലായിരുന്നില്ല ലക്ഷ്യം. അർജുന, നീ ഒരു ക്ഷത്രിയനാണ്, യുദ്ധം ചെയ്യൽ നിന്റെ ധർമ്മമാണ്. ഇത്രയും കാലം നീ ചെയ്തതൊക്കെ ആയുധവിദ്യകൾ പഠിക്കലായിരുന്നു. ഈ ക്രൈസിസ് നീ ഫേസ് ചെയ്യണം, യുദ്ധം ചെയ്യണം. ഇങ്ങനെ പറഞ്ഞ് അർജുനനെ യുദ്ധോന്മുഖൻ ആക്കൽ മാത്രമായിരുന്നില്ല കൃഷ്ണന്റെ ലക്ഷ്യം. ഭഗവാൻ അതിനും ആഴത്തിലിറങ്ങിച്ചെന്ന് ഒരു മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന സകല പ്രശ്നങ്ങളെയും നമുക്ക് കാണിച്ചു തന്ന് ഈ ഭവിഷ്യത്തുക്കളിൽ നിന്നൊക്കെ നമ്മളെ പുറത്തു കൊണ്ടുവരില്ല. ഭഗവാൻ കുറേ കൂടി ആഴത്തിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പൊ ഭഗവാൻ നമ്മളോട് പറയുന്നു, ജീവിതത്തിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണത്? ഒന്നാമത്തത്, നാം നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകളെയെല്ലാം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് കുറ്റബോധം നമ്മളെ വേട്ടയാടും. അതുപോലെ തന്നെ നമ്മളെക്കാളും കഴിവുള്ളവരെ കാണുമ്പോൾ നാം നമ്മുടെ കഴിവുകളെ വേണ്ട വിധത്തിൽ വളർത്തിയെടുത്തില്ലെങ്കിൽ അസൂയയും വിദ്വേഷവും നമ്മുടെ ഉള്ളിൽ നിറയും, ദുഃഖം നിറയും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് ചെയ്യാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട രീതിയിലൊക്കെ നമുക്ക് പ്രകടമാവാൻ സാധിച്ചില്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഭയമൊക്കെ വരും. ഈ മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന കുറ്റബോധം, ദുഃഖം, ഭയം, ഇതിന്നൊക്കെ മനസ്സിനെ മുക്തമാക്കണം. അതിനെന്ത് വേണം? അതിന് ഭഗവാൻ ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, നാം ഇവിടെ വെച്ച് നമ്മുടെ മനസ്സിനെ വേണ്ട വിധത്തിൽ അങ്ങോട്ട് വികസിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ എല്ലാം എക്സ്പെക്ടേഷൻസ്, എക്സൈറ്റ്മെന്റ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടി ഇനിയും ഒരു ജന്മത്തിന് നമ്മൾ കാരണഭൂതരായിത്തീരും. ഈ കർമ്മം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ ഇംപ്രഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇംപ്രഷൻ, ഇതിനെ വാസനകൾ എന്ന് പറയും, ഇതിനെ സംസ്കാരം എന്ന് പറയും. ഇതാണ് ഇനിയും ജന്മങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അപ്പൊ ഇവിടെ നമ്മൾ വളരെ അലേർട്ടാവണം. ഭഗവാൻ പറയുന്നു, അങ്ങനെ അലേർട്ടായി ജീവിക്കാത്തവരാണ് കള്ളന്മാരൻ. ഇന്നലെ നമ്മൾ കള്ളൻ എന്ന് പറയുന്ന ഒരു ശ്ലോകം പറയണ്ടായി. അത് വീണ്ടും നമുക്കൊന്നുകൂടി നോക്കിയിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. ഭഗവാൻ ആരെയാണ് കള്ളൻ എന്ന് പറയുന്നത്? ഭഗവാൻ പറയുന്നു, ആരാണ്? ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാ, ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാ, ദാസ്യന്തേ യജ്ഞഭാവിതാം, ദാസ്യന്തേ യജ്ഞഭാവിതാം, തൈർദത്താനപ്രദായേഭ്യം, തൈർദത്താനപ്രദായേഭ്യം, യോ ഭുങ്ക്തേസ്തേന ഏവ സാം, യോ ഭുങ്ക്തേസ്തേന ഏവ സാം. ഭഗവാൻ വലിയൊരു സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വി ആർ നോട്ട് യൂസ്ലെസ്. പലപ്പോഴും നമുക്ക് തോന്നും നമ്മൾ യൂസ്ലെസ് ആണ്. നമുക്ക് തോന്നില്ല, മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് തോന്നും ആളൊരു യൂസ്ലെസ് ആണ്. മനസ്സിലായില്ലേ? ഏതൊരാളും
അയാൾ വിചാരിക്കും ഹീസ് പെർഫെക്റ്റ് എന്ന്. പക്ഷെ മറ്റാളോട് ചോദിച്ചു നോക്കൂ, ഈസ് യൂസ്ലെസ് എന്ന് പറയും. ഭഗവാൻ പറയുന്നു, യു ആർ നോട്ട് യൂസ്ലെസ്, യു ആർ യൂസ്ഡ്ലെസ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകളെ നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. ദാറ്റ്സ് ദ പ്രോബ്ലം. അപ്പൊ നമ്മളിൽ കിട്ടിയിരിക്കുന്ന കഴിവെന്താണ്? മനുഷ്യരിൽ സഹജമായിരിക്കുന്ന 2 കഴിവുകള് ഭഗവാൻ പറയുന്നു. 2 കാര്യങ്ങൾ നമ്മൾ ലോകത്തിൽ വിതരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ദ വേൾഡ് എക്സ്പെക്ട് 2 തിങ്സ് എന്നാണ്. ലോകം നമ്മളിൽ നിന്ന് 2 കാര്യങ്ങളെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒന്ന്, സ്നേഹം പ്രകടിപ്പിക്കണം. രണ്ടാമത്തത് പങ്കുവയ്ക്കണം. ഒന്ന് കെയറിംഗ് ആണ്, 2 ഷെയറിംഗ് ആണ്. ഇത് നമ്മൾ വേണ്ട വിധത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ, നാം സ്വാർത്ഥരായി ജീവിക്കാൻ ഇടവന്നാൽ, തനിക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകളെ എല്ലാം അവൻ അടക്കി വെച്ച് അവൻ സ്നേഹത്തിന് വേണ്ടി കൈനീട്ടി ജീവിച്ചാൽ അവനെയാണ് എന്ത് വിളിക്കുന്നത്? കള്ളൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പ്രസിംഗ്, ഇഫ് ഹി എക്സ്പെക്ട്, ഹി ഈസ് തീഫ് എന്നാണ്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ വലിയൊരു സത്യമായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം. നമ്മൾ ആരിൽ നിന്നും പ്രതീക്ഷിക്കാനല്ല വന്നിരിക്കുന്നത്, നമ്മൾ എല്ലാവർക്കും കൊടുക്കാനാണ് വന്നത്. എന്താ നമ്മൾ കൊടുക്കേണ്ടത്? സ്വാമി, ഞാൻ നല്ലോണം കൊടുക്കാറുണ്ട് എന്ന് കൈകൊണ്ടേ. എന്താ കൊടുക്കാൻ വന്നിരിക്കുന്നത്? 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്നേഹം പ്രകടിപ്പിക്കണം. 2, ഉള്ളതിനെ നമ്മൾ പങ്കുവയ്ക്കണം. ഇതാണ് ലോകത്തിന് ആവശ്യം. ഈ പ്രപഞ്ചം നിൽക്കുന്നത് തന്നെ കെയറിങ്ങിലും ഷെയറിങ്ങിലുമാണ്. നോക്കൂ, നിങ്ങൾ പ്രകൃതിയുടെ ഒരു അനുഗ്രഹം. ഭൂമിയിൽ പെയ്യുന്ന വെള്ളമെല്ലാം ഭൂമി സംരക്ഷിച്ചു നിർത്തുന്നു, നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. അതെങ്ങാനും ഭൂമിയുടെ അടിത്തട്ടിലേക്ക് എങ്ങാനും ഭൂമി വലിച്ചെടുത്താൽ കുടിക്കാൻ വെള്ളം കിട്ടുമോ? മരുഭൂമികളില്ലേ ഇവിടെ? അവിടെയൊന്നും വെള്ളമില്ലല്ലോ. അപ്പം ഭൂമി അതിനെ മുഴുവൻ വലിച്ചെടുക്കാതെ അതിനെ പിടിച്ചു നിർത്തി നമുക്ക് വേണ്ടി അതിനെ കെയർ ചെയ്ത് നമുക്ക് തിരിച്ചു തരുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾ വായുവിലേക്ക് നോക്കൂ. നമുക്ക് ആകാശത്തിനപ്പുറത്തും കടന്നു കഴിഞ്ഞാൽ, ആകാശത്തിന് അതീതമായി പോയാൽ വായുവില്ലാത്ത സ്ഥലമുണ്ട്, ശൂന്യാകാശമുണ്ട്. ഈ വായു എല്ലാം അങ്ങോട്ട് പോയാലോ? ഇപ്പൊ മറ്റു ഗ്രഹങ്ങളിലൊക്കെ വായു ഉണ്ടോ എന്ന് പോലും ശാസ്ത്രജ്ഞന്മാരെ സംശയിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കിവിടെ ശ്വസിക്കാനുള്ള വായു ആ പ്രൊപ്പോർഷൻ അതിന്റെ രീതിയിൽ നിൽക്കുന്നു. കൂടുതൽ ഹൈഡ്രജൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല, ഉണ്ടോ? അപ്പൊ ഓക്സിജനും എല്ലാം അതിന്റെ പ്രൊപ്പോർഷനായിട്ട് നിന്ന് നമുക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഭൂമി നമ്മളെ, ഈ പ്രകൃതി നമ്മളെ കെയർ ചെയ്യുന്നില്ലേ? പ്രകൃതി നമുക്ക് വേണ്ട ഷെയർ ചെയ്യുന്നില്ലേ? ഇപ്പൊ പ്രപഞ്ച വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ കെയറിങ്ങും ഷെയറിങ്ങും ആണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് കൾച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കണം. അത് പലപ്പോഴും ഉണ്ടല്ലോ, ഇന്നത്തെ ജീവിത രീതിയിൽ പലർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വീടുകളിലൊക്കെ പ്രശ്നം. വീടുകളിൽ വേണ്ട വിധത്തിൽ സ്നേഹം പ്രകടിപ്പിക്കില്ല, വേണ്ട വിധത്തിൽ പങ്കുവെക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ദുഃഖങ്ങളും പ്രശ്നങ്ങളും. ഒരു ആള് വന്നിട്ട് മാനേജരോട് പറഞ്ഞു, എന്റെ വീട്ടിലെന്നും പ്രശ്നമാണെന്ന്. എന്താ പ്രശ്നം? എന്റെ ഭാര്യയ്ക്ക് എന്ത് കിട്ടിയാലും മതിയാവുന്നില്ല. എന്നും അവൾ 1000 തരൂ, 2000 തരൂ, 3000 തരൂ, 4000 തരൂ, എനിക്ക് സമാധാനം ഇല്ലയാണ്. അപ്പൊ ഇവൾക്ക് എന്തിനാ കാശെന്ന്? എന്തിനാ എനിക്കറിയില്ല. അപ്പോ പിന്നെ കാശ് അവൾക്ക് നിങ്ങൾ കൊടുക്കുന്നതോ? ഞാൻ കൊടുക്കാറില്ല, അത് തന്നെയാ പ്രശ്നം. അപ്പൊ കൊടുത്താലല്ലേ കാര്യമുള്ളൂ. 5 പൈസ കൊടുക്കാറില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാം പലയിടത്തും. അപ്പം ചില വീടുകളിൽ കാണാം, കുട്ടികൾ പറയാം, അച്ഛൻ എന്നോട് സ്നേഹമില്ല എന്ന്. അപ്പൊ അച്ഛന് സ്നേഹമില്ല എന്ന് പറയാൻ കാരണം, അച്ഛൻ രാവിലെ ആയാൽ ജോലിക്ക് പോയി, രാത്രിയായാൽ തിരിച്ചു വന്നു, പിന്നെ ഊണ് കഴിച്ചു, ആള് കിടന്നുറങ്ങി. മക്കളുണ്ടോ എന്നുള്ള വിചാരം പോലും സൺഡേ ആണ് അയാൾ അറിയുന്നത്. ഇവിടെയൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത്. ഇപ്പൊ ഈ വീട്ടിൽ അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിലോ കുറച്ചു നേരമൊക്കെ കുട്ടികളുടെ കൂടെ ഇരുന്ന് തമാശകളും കാര്യങ്ങളൊക്കെ പറയുമ്പം ഒരു രസമുണ്ട് ജീവിതത്തിന്. നിങ്ങൾ വിചാരിക്കരുത് ഈ പുസ്തകം മാത്രമാണ് ജീവിതം എന്നുള്ളത്. അതൊക്കെ ഈ TV വരെ കാരണം ഉണ്ടല്ലോ, മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിപ്പോയി. ആർക്കും ആരുടെയും മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. ഇന്നിപ്പോ മക്കളും അച്ഛനും വർത്തമാനം പറയുന്ന TV-യിലേക്ക് നോക്കിയിട്ടാ. രണ്ടുപേരും TV-യുടെ മുന്നിലിരിക്കും. അച്ഛൻ പറയും, നീ എപ്പോഴാണോ വന്നത് എന്ന്. അവനും TV-യുടെ അതിലേക്ക് നോക്കിയിട്ടാ, ഞാൻ വൈകുന്നേരമാണ് വന്നത്. ഇന്നെന്തൊക്കെയായിരുന്നു അച്ഛനിപ്പം എന്തിനൊക്കെ അറിയുന്നത്. ഒരു വീട്ടിൽ അങ്ങനെ സംഭവം ഉണ്ടായി. അച്ഛൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു.
ഇദ്ദേഹം ഈ ഭാഗവതോ ഭഗവത്ഗീത എവിടെയൊക്കെ കേട്ടിട്ട് അദ്ദേഹം ഒരു തീരുമാനിച്ചു ഇനി മാറ്റിയിട്ട് കാര്യം സ്വഭാവം എന്ന്. കാരണം കുട്ടികളോടൊന്നും നല്ല രീതിയിലൊന്നും നല്ല പെരുമാറും, വളരെ റഫായിട്ടാണ് പെരുമാറുന്നത്. കുട്ടികളെ വിളിക്കുന്നതിനെ ഡാ ഇവിടെ വാ, എടി ഇവിടെ വാടി, ഇങ്ങനെയൊക്കെ വിളിക്കുക. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ഇനിയൊക്കെ സോഫ്റ്റ് ആയിട്ട് വിളിക്കാം, സ്നേഹം പ്രകടിപ്പിച്ച് അങ്ങോട്ട് വിളിക്കാം. അന്ന് അയാൾ വീട്ടിലെത്തിയിട്ട് ഇവിടുത്തെ ഗീത കേട്ടിട്ടല്ലേ, ഇനിയിപ്പോ അത് വിചാരിച്ചിട്ട് നിങ്ങളിന്ന് മാറ്റാൻ പോകണ്ട. വീട്ടിലെത്തിയിട്ട് അന്ന് വിളിച്ചു, കണ്ണാ ഇവിടെ വരൂ, അമ്മൂ, രണ്ടും വരുന്നില്ല. പറഞ്ഞു കണ്ണാ ഇവിടെ വരുമെന്ന്. അപ്പൊ കണ്ണൻ എത്തി നോക്കി, എന്തോ അച്ഛൻ അപകടമായിട്ടുണ്ട്, ഗീത അകത്ത് പോയി എന്നുള്ള കുട്ടി വിചാരിച്ചില്ല, വേറെ ഏതോ സാധനം അകത്ത് പോയി എന്നാ വിചാരിച്ചത്. വീണ്ടും വിളിച്ചു, ഉണ്ണീ ഒക്കെ കൊഞ്ചിക്കൊണ്ട് വിളിച്ചു, സ്നേഹം കൂടുതൽ പ്രകടിപ്പിച്ച. കുട്ടികൾ വരുന്നില്ല. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്താ അച്ഛന് പറ്റിയതെന്ന്. കുറെ കഴിഞ്ഞ് വിളിച്ച് പഴയ സ്വഭാവം തിരിച്ചു വരും, അത് ഉറപ്പല്ലേ. അപ്പൊ ഇവിടെ വാടാന്ന് വിളിച്ചത് കേട്ടില്ലേ എന്ന്. അപ്പോഴേക്കും കുട്ടികൾ രണ്ടും കൂടി വന്നു. ചോദിച്ചു നേരത്തെ എന്താ വരാഞ്ഞത് എന്ന്. പറഞ്ഞു അച്ഛന്റെ ശരിക്കുള്ള സ്വഭാവമല്ല അച്ഛൻ കാണിച്ചതെന്ന്. ഇത്രയും കാലം അച്ഛൻ ഇങ്ങനെ പെരുമാറി ഇപ്പൊ കുട്ടികൾക്കും അത് ശീലമായിരിക്കണം. അങ്ങനെയാണ് ചിലർക്കുണ്ടല്ലോ, അവര് റഫായിട്ടുള്ളൊരു ജീവിതത്തില് അങ്ങനെ ആയിപ്പോയി. എന്നോട് ഒരു അമ്മ പറയായിരുന്നു, എന്റെ ഭർത്താവിനെ എങ്ങനെയാ മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സ്വാമി. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നോക്കൂ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇത്ര വിഷമമുണ്ടല്ലോ, ഇത് ഇവിടെയല്ലേ സംഭവിച്ചത്, ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കേണ്ടത് എവിടെയാണെന്ന്. എനിക്ക് തോന്നുന്നു ബോംബെയിൽ എവിടെയാണെന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നോക്കൂ നിങ്ങളുടെ വൈഫും പറയുന്നു നിങ്ങളൊന്ന് മാറണമെന്ന്. എനിക്കിപ്പോ എന്താ ഒരു കുഴപ്പമുള്ളത്? എന്നോടൊരു ചാട്ടം, എനിക്കൊരു കുഴപ്പമില്ല എന്ന്. ചോദിച്ചു ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ എന്ന്. എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുള്ളൂ എന്ന്. ഓ എന്താ ചെയ്യുക, ഇതിന് നല്ല ആ വീട്ടിലൊരു ഭാഗ്യമുണ്ട്, പട്ടിയെ വളർത്തേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് എത്ര ശബ്ദം പട്ടിക്ക് വരില്ല. തമാശയല്ല, നമ്മൾ ആരോടും ഇങ്ങനെ റഫാവണോ, എന്തിനു നമ്മൾ ഇത്ര സീരിയസ് ആവണം? അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയൂ, നാം ഉള്ളിലുള്ളതൊക്കെ പ്രകടിപ്പിക്കാതെ പോകുമ്പോണ്ടല്ലോ, ഇതൊക്കെ അവിടെ അടിഞ്ഞു കടന്ന് നാളെ നമ്മൾ മറ്റൊരു ജന്മം എടുക്കണം ഇതിന്റെ യാചകരാവാൻ. നമ്മൾ അറിയുന്നില്ല. കർമ്മ ഫലഹേതു എന്ന് പറയും ഇതിനെ. നാം പ്രകടിപ്പിക്കാത്തതൊക്കെ ആ പ്രകടിപ്പിക്കാത്തതിന്റെ കുറ്റബോധം ഉള്ളിൽ കിടന്ന് നാളെ നമുക്കൊരു ജന്മം കാത്തിരിക്കുകയാണ്. ഇതൊക്കെ വളരെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ എന്താണ് ജന്മങ്ങൾക്ക് കാരണം എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അതിന് കാരണം. ഇപ്പൊ നമ്മൾ ഇനിയും ഒരു ജന്മം നമുക്ക് ദുഃഖത്തിന്റെയും ദുരന്തത്തിന്റെയും വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയതെല്ലാം നമ്മൾ പരിപൂർണമായി പ്രയോജനപ്പെടുത്തും. പ്രകടിപ്പിക്കൂ, ഒന്നും അടക്കി വെക്കരുതെന്ന്. എക്സ്പ്രസ് യുവർ സെൽഫ് എന്നാണ്. നിങ്ങൾ നോക്കൂ, ഈ ലോകത്തിൽ നോക്കൂ, വേണ്ടത് വേണ്ട സമയത്ത് എക്സ്പ്രസ് ചെയ്യാതെ വരുമ്പോഴാണ് ദുരന്തങ്ങളൊക്കെ ഉള്ളത്, അല്ലേ? എന്തെങ്കിലുമൊക്കെ നമ്മൾ പിടിച്ചു വെക്കുമ്പോഴാണ് പ്രശ്നം. രാമായണത്തിന്റെ കഥ തന്നെ വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ദശരഥ മഹാരാജാവ് രാമനെ പട്ടാഭിഷേകം ചെയ്യുന്ന വിവരം കൈകേയിയോട് ചോദിച്ച് സമ്മതം മേടിച്ചിരുന്നു എങ്കിൽ ഭരതനെയും എല്ലാവരെയും അതുപോലെ ശത്രുഘ്നെയൊക്കെ വിളിച്ചു വരുത്തി ഈ മഹത്തായ കാര്യത്തിൽ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവണം എന്നൊരു കാര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ രാമായണം എന്നൊരു കഥ ഉണ്ടാവില്ല. ഉണ്ടാവോ? അദ്ദേഹം മറച്ചുവെച്ചു രാമനെ പട്ടാഭിഷേകം ചെയ്യുന്ന കാര്യം. ആ സമയത്ത് ഭരതനെയും ശത്രുഘ്നെയും പറഞ്ഞയച്ചു. മന്ദരയ്ക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. നാം പലതും വേണ്ട വിധത്തിൽ പ്രകടിപ്പിക്കാതെ പോകുന്ന സമയത്ത് പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അന്നൊക്കെ ഞാൻ വേണ്ട വിധത്തിലൊന്നും ജീവിച്ചില്ല എന്ന്. പക്ഷെ ഈ കുറ്റബോധമുണ്ടല്ലോ, നിങ്ങളെ വെറുതെ വിടില്ല. ഇത് അടുത്ത ജന്മത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഭഗവാൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, കള്ളനാവരുത്. യു ഹാവ് ദ റിസോഴ്സ്, യു ഹാവ് എവറിത്തിങ്, നൗ യു മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അതിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തൂ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ 2 പ്രതിജ്ഞ ചെയ്യണം. എന്താ പ്രതിജ്ഞ ചെയ്യേണ്ടത്? എനിക്ക് കിട്ടിയിരിക്കുന്ന സമ്പത്തിനെ ഞാൻ പ്രകടിപ്പിക്കണം, ഉള്ളതിനെ പങ്കുവയ്ക്കണം, അതിലൊരു ലുപ്തത ഉണ്ടാവരുത്. അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുക്കണം. എങ്കിൽ നമ്മൾ കള്ളനാവാതെ ഉയർന്നിരിക്കുന്നു പറയാണ്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, അതുകൊണ്ട് അർജുന, ഇനി നീ ജീവിതത്തിന്റെ സത്യം മനസ്സിലാക്കേണ്ടത്, നിനക്ക് കിട്ടിയിരിക്കുന്നതൊക്കെ നീ പങ്കുവെച്ചാൽ, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാൽ, അങ്ങനെ പരസ്പരം എല്ലാവർക്കും ഒരു ശ്രേയസ്സിലേക്ക് ഉയരാൻ സാധിക്കും. കാരണം പ്രകൃതിയുടെ നിയമം നാം പങ്കുവെക്കുമ്പോൾ മറ്റുള്ളവരും പങ്കുവെക്കും. അങ്ങനെയല്ലേ? ഒരാൾ നന്നായി പെരുമാറിക്കഴിഞ്ഞാൽ മറ്റുള്ളവരും നന്നായി പെരുമാറും.
ഒരാൾ റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരും റിസർവ് ചെയ്യും. അതാണ് നമ്മൾ കാണേണ്ടത്. നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അയാൾ നിങ്ങളോട് സംസാരിക്കും, ഉണ്ടോ ഇല്ലയോ? ദേവാൻ ഭാവയതാനേന. അപ്പൊ നമ്മൾ ഇതൊക്കെ വളരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമ്മൾ വരുത്തി കഴിഞ്ഞാൽ ലോകത്തെ നമുക്ക് മാറ്റാൻ സാധിക്കും. എനിക്ക് മനസ്സിലായിട്ടുള്ളത്, പലരും ചോദിക്കാറുണ്ട് ഈ ലോകം എങ്ങനെയാണ് മാറ്റുക. ലോകം മാറ്റാനുള്ള വഴി എന്താ? വഴി അവനവനെ മാറ്റുക എന്നുള്ളത്. ഞാനൊരു കഥ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല. ക്ലാസ്സിൽ ടീച്ചർ ഒരു വേൾഡ് മാപ്പ് കയറി താഴെയിട്ട് കുട്ടികളോട് റീസെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ വേൾഡ് മാപ്പ് റീസെറ്റ് ചെയ്യാൻ പറ്റാതെ കുട്ടികൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഒരു കുട്ടി ചെന്ന് അത് കമിഴ്ത്തിയിട്ടപ്പോ അതിലെന്തോ ഒരു ചിത്രം കണ്ടത് സെറ്റ് ചെയ്തു എന്നാണ്. പിന്നീട് അത് സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഗാന്ധിജിയുടെ തലയായിരുന്നു. അപ്പൊ കുട്ടിക്ക് അത് സെറ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നീട് അതെല്ലാം കമിഴ്ത്തി വെച്ചപ്പോ വേൾഡ് മാപ്പ് സെറ്റായി. അപ്പൊ ടീച്ചർ ചോദിച്ചു, എങ്ങനെ നിനക്ക് വേൾഡ് മാപ്പ് കറക്റ്റ് ചെയ്യാൻ പറ്റി? അപ്പൊ കുട്ടി പറഞ്ഞു, ഗാന്ധിജിയുടെ തല നേരെയാക്കിയാൽ ലോകം നേരെയാക്കാന്ന്. ഇതുപോലെ ഗാന്ധിജിയുടെ തല സെറ്റ് ചെയ്തപ്പോൾ ലോകം നേരെയതുപോലെ നമ്മുടെ തല നമ്മൾ നേരെയാക്കണം. അപ്പൊ ലോകം നേരെയാക്കാനല്ല ശ്രമിക്കേണ്ടത്. ആരെ നേരെയാക്കാനാണ്? നമ്മളെ നേരെയാക്കുക. നമ്മളെ നേരെയാക്കാന്ന് പറഞ്ഞാൽ നമുക്കുള്ളൊരു വലിയൊരു പ്രശ്നം എന്താ അറിയോ? നമ്മളൊക്കെ നേരെയാണെന്നുള്ള ഉറപ്പിലാണ് നമ്മളിരിക്കുന്നത്. ഞാനേ ഉള്ളൂ സ്വാമി ഇവിടെ നേരെയായിട്ടുള്ള ഒരു മനുഷ്യൻ, ബാക്കിയൊക്കെ കണക്കാണ്. ദുര്യോധനന്റെ വർഗത്തിലാണ് നമ്മൾ പലരെയും. ദുര്യോധനനെയും ധർമ്മപുത്രരെയും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിപ്പിച്ചു ഭീഷ്മാചാര്യർ. എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞൊരു കഥ കേട്ടിട്ടില്ലേ? ദുര്യോധനൻ പറഞ്ഞ റിപ്പോർട്ട്, ഈ ലോകത്തിൽ ഒരേ ഒരു നല്ല മനുഷ്യനേ ഉള്ളൂ, അത് ഞാനാ. ധർമ്മപുത്രനാണെങ്കിൽ കൊടുത്ത റിപ്പോർട്ട്, ഈ ലോകത്തിൽ എല്ലാവരും നല്ലവരാണ്, ആകെ ചീത്തയായിട്ടുള്ള ഒരാള് ഞാനാണ്. ആ ഒരു വിചാരം, എനിക്ക് ഇനിയും പെർഫെക്ഷൻ ഉണ്ടാവേണ്ടതുണ്ട്, എനിക്ക് ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അത് ഇന്ന് ഏറ്റവും വലിയൊരു വിഷമം എന്താ അറിയോ? നമ്മുടെ തെറ്റുകൾ ഒരാൾ പറഞ്ഞു തരുന്നത് വലിയ വിഷമാണ്. പിന്നെ അവർ ശത്രുക്കളായി. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മളിലുള്ളത്, അതാണ് നമുക്ക് വീഴ്ചകൾ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മറ്റൊരാൾ പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ ഇനിയും വേണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിറ്റിസിസം ഈസ് ഒരു നമുക്ക് ഐ ഓപ്പണർ ആയിരിക്കണം. അത് നമ്മളെ കൂടുതൽ നമ്മളെ നേരെയാക്കണം. പക്ഷെ ഇന്ന് നമ്മൾ നേരെ വിപരീതമായിട്ടാണ് അതിനെടുക്കുന്നത്. ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്തോ അവർ നമ്മുടെ ശത്രുക്കളാണ്. ദ മോർ സംബഡി ക്രിറ്റിസൈസ് യു, ദ മോർ യു ആർ പെർഫെക്റ്റ്. യു ക്യാൻ മേക്ക് ഇറ്റ് യു ആർ പെർഫെക്റ്റ്. ശരിയാണോ അല്ലയോ? അല്ലെങ്കിൽ നമുക്ക് സ്വന്തം മിസ്റ്റേക്ക് ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. അത് നമുക്ക് നമ്മളിലേക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കി മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ പറയുന്നത് പ്രാക്ടീസ് ചെയ്യണം. എന്താണ് എന്റെ പെർഫോമൻസിൽ എവിടെയാണ് പ്രശ്നം ഉണ്ടായത്? അതൊന്നും എല്ലാവർക്കും സാധ്യമല്ല. അങ്ങനെയൊക്കെ നമുക്ക് നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ, സുഹൃത്ത് ബന്ധങ്ങളുണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മൾ പറയണം, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. നമ്മൾ ആദ്യമേ എന്താ പറയാ അറിയോ? മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്ന്. പിന്നെ അവരൊന്നും പറയില്ലല്ലോ, കഴിഞ്ഞു. അത് നമ്മൾ ഇതിനൊക്കെ ഒരു വഴി ഒരുക്കണം. അവിടെയാണ് നമ്മുടെ ചിന്താഗതികളിലൊക്കെ മാറ്റം വരേണ്ടത്. അതുകൊണ്ട് ഭഗവാൻ ഇനി നമുക്ക് നല്ലൊരു വഴി പറഞ്ഞു തരുന്നു, എങ്ങനെയാണ് നമ്മളിലെ ഈശ്വരത്വത്തെ നമ്മൾ ശരിക്കും പ്രകടമാക്കേണ്ടതെന്ന്. ഞാൻ ഇന്നലെ പറയേണ്ട ആ 2 ശ്ലോകങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. അന്നാൽ ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവം യജ്ഞാൽ ഭവതി പർജന്യം യജ്ഞകർമ്മ സമുദ്ഭവം യജ്ഞകർമ്മോദ്ഭവം വിദ്ധി കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഈ 2 ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. എല്ലാ ശ്ലോകങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമുക്ക് ഈശ്വരീയത എന്താണെന്ന് ഭഗവാൻ വ്യക്തമാക്കി തരികയാണ്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഭഗവാൻ എന്ന് പറയുന്നത് അൺമാനിഫെസ്റ്റഡ് ആണ്. എല്ലാ മതങ്ങളും സമ്മതിക്കുന്ന ഒരു തത്വമാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് രൂപങ്ങൾക്ക് അതീതനാണ്. ഈശ്വരൻ ഒരിക്കലും രൂപത്തിലൂടെ ആയിക്കൂടാ. എന്താ രൂപത്തിലൂടെ ആയിക്കൂടാ എന്ന് പറഞ്ഞാൽ? കാരണം
രൂപങ്ങളെല്ലാം കാലദേശങ്ങളിൽ പരിമിതമാണ്. എന്ത് കാലത്തിൽ പരിമിതമാണോ അതിനെല്ലാം ജനനമുണ്ട്, നിലനിൽപ്പുണ്ട്, അവസാനം മരണമുണ്ട്. അതായത് സൃഷ്ടി സ്ഥിതി ലയം അതിന് ബാധകമാണ്. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് നാരായണീയം തുടങ്ങുമ്പോൾ തന്നെ ഭഗവാനെ വർണ്ണിക്കുമ്പോൾ സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം. കാലദേശാവതിഭ്യാം നിർമുക്തം. ഭഗവാൻ കാലത്തിൽ നിന്നും ദേശത്തിൽ നിന്നും മുക്തമാണ്. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് കാലാതീതനാണ്, ദേശാതീതനാണ്, രൂപാതീതനാണ്. അതുകൊണ്ടാണ് സർവത്ര നിറഞ്ഞിരിക്കുന്നവൻ, അവ്യക്തൻ, അചിന്ത്യൻ, അരൂപൻ എന്നൊക്കെയാണ് നമ്മുടെ ഋഷിമാര് വിളിച്ചിരിക്കുന്നത്. ഭഗവാനെ അങ്ങനെയൊക്കെയാണ് ശാസ്ത്രത്തിൽ നമുക്ക് 2-ാം അധ്യായം ഗീതയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതൊക്കെ ഭഗവാൻ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അചിന്ത്യനായ, അരൂപനായ, അവ്യക്തനായ ഭഗവാനെ ഹൗ വി ക്യാൻ പെർസീവ്, നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ സാധിക്കും, എങ്ങനെ കാണാൻ പറ്റും? ഇന്ന് നമ്മൾ കാണുന്നത് വിഗ്രഹത്തിലൂടെയാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? കാണാൻ സാധിക്കാത്ത ഭഗവാനെ നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കും? ഭഗവാൻ പറയുന്നു നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഭഗവാനെ നമ്മൾ കാണേണ്ടത്, അറിയേണ്ടത്, അനുഭവിക്കേണ്ടത് ഏതിലൂടെയായിരിക്കണം? യജ്ഞത്തിലൂടെയാണ്. അതായത് ഭഗവാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് യജ്ഞത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാര് യജ്ഞത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ എന്താ യജ്ഞം എന്നുള്ളത് ഒന്നുകൂടി ഈ 2 ശ്ലോകത്തിലൂടെ നമുക്ക് നോക്കാം. ഭഗവാൻ പറയുന്നു അന്നാത് ഭവന്തി ഭൂതാനി. ഭൂതാനി അന്നാത് ഭവന്തി. മനസ്സിലാവില്ലേ? ഭൂതങ്ങളൊക്കെ വളർന്ന് വികസിച്ചു വരുന്നത് ഇതിലൂടെയാണ്, അന്നത്തിലൂടെയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ശരീരം കടപ്പെട്ടിരിക്കുന്നത് കുറെ അന്നങ്ങളോടാണ്, അല്ലേ? എത്രയോ ഇഡ്ലിയും, എത്രയോ സാമ്പാറും, എത്രയോ ചോറും, അതാണെന്നിപ്പോ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. അന്നാത് ഭവന്തി ഭൂതാനി. ഇനി ഈ അന്നം എവിടുന്ന് വരുന്നു? അന്നസംഭവം എവിടുന്ന് വരുന്നു? പർജന്യാത്. പർജന്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന്, മഴയിൽ നിന്ന്. അപ്പൊ വെള്ളത്തിൽ നിന്നാണ്, വെള്ളമുള്ളത് കൊണ്ടാണ് അന്നം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമുണ്ടെങ്കിലേ ചെടികളൊക്കെ ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ. ഇനി പറയുന്നു ഈ പർജന്യം എവിടുന്ന് വരുന്നു? പർജന്യം യജ്ഞാദ്ഭവതി. എവിടുന്ന് വരുന്നു? യജ്ഞത്തിൽ നിന്ന്. അത് നമുക്ക് നോക്കാം, അർത്ഥം നോക്കാം. ഇനി യജ്ഞം എവിടുന്ന് വരുന്നു? കർമ്മസമുദ്ഭവ. കർമ്മങ്ങളുടെ ഒരു സമുദ്ഭവമാണ്, കൂട്ടായ്മയാണ്. ഇനി കർമ്മം എവിടുന്ന് വരുന്നു? കർമ്മം ബ്രഹ്മോദ്ഭവം വിദ്ധി. എവിടുന്ന് വരുന്നു? ബ്രഹ്മത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. ഇനി ബ്രഹ്മമാണെങ്കിലോ, ബ്രഹ്മം എന്ന് പറയുന്നത് അക്ഷരം ബ്രഹ്മ. ഈ ബ്രഹ്മമാണെങ്കിലോ സർവഗതം ബ്രഹ്മ. എവിടെ ഇരിക്കണോ? യജ്ഞേ നിത്യം പ്രതിഷ്ഠിതം. അപ്പൊ ഈ ശ്ലോകം വളരെ മനസ്സിലാക്കാനുണ്ട് നമ്മൾ. അന്നം ആണ് നമ്മുടെ ശരീരം. അന്നം വന്നിരിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ്. അവിടെ നിന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ആധുനിക ബയോളജി സമ്മതിക്കുന്ന ഒരു കാര്യം, എല്ലാ ജീവജാലങ്ങളുടെയും ഉൽപ്പത്തി വെള്ളത്തിലൂടെയാണ്. മനുഷ്യനായാലും ബീജം വെള്ളമാണ്, അണ്ടവും വെള്ളമാണ്. ഒരു വിത്തിന് മുളച്ചു വരണമെങ്കിലും എന്ത് വേണം? വെള്ളം വരണം. ഈ കൊതുകുകള്, ബാക്ടീരിയകള്, ഫംഗസുകള്, ഇതിനും വേണം വെള്ളം. വേണോ? ഒരു മുട്ടയിൽ ഒരു കുഞ്ഞിന്, പക്ഷിക്കുഞ്ഞിന് വളരണമെങ്കിൽ അതിലും വെള്ളം വേണം. അപ്പൊ ഏത് ജീവജാലത്തിന്റെയും ഉൽപ്പത്തി ഇതിലൂടെയാണ്? വെള്ളത്തിലൂടെയാണ്. സമ്മതാണല്ലോ. ഇനി വെള്ളം, അത് നമ്മൾ ഒന്നുകൂടി സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ അതും ഇന്നത്തെ ആധുനിക ശാസ്ത്രം സമ്മതിക്കുന്നു. അത് 2 ഗ്യാസുകൾ അല്ലെങ്കിൽ വായു ചേർന്നതാണ്. ഹൈഡ്രജന്റെ 2 തന്മാത്രകളും മോളിക്യൂൾസും ഓക്സിജന്റെ ഒരു മോളിക്യൂളും ചേരുമ്പോഴാണ് വെള്ളമുണ്ടാകുന്നത്. ശാസ്ത്രമാണ്, ഞാൻ ആധുനിക ശാസ്ത്രമാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ വെള്ളം എന്ന് പറയുന്നത് 2 ശക്തികളുടെ, 2 വായുകളുടെ, 2 വാതകങ്ങളുടെ കൂട്ടായ്മയാണ്. ആണോ അല്ലയോ? അപ്പൊ ഇവിടെ സൃഷ്ടിയുടെ തുടക്കം വെള്ളത്തിൽ നിന്നാണ്. വെള്ളം വന്നിരിക്കുന്നത് 2 ശക്തികളുടെ കൂട്ടായ്മയിൽ നിന്നാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ കൂട്ടായ്മയാണ്.
സഹകരണമാണ്. ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കണേ, വളരെ ആഴത്തിൽ ശ്രദ്ധിക്കണം. ആധുനിക ശാസ്ത്രം, ഞാൻ ഫിലോസഫി ഒന്നും പറയുന്നില്ല നിങ്ങളടുത്ത്. ഇവിടെ വെള്ളത്തിന്റെ മോളിക്യൂളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ 2 എണ്ണമുണ്ട്, ഓക്സിജന്റെ ഇത് ഒന്നേ ഉള്ളൂ. H2O അങ്ങനെയാണല്ലോ നമ്മളെ കെമിസ്ട്രി പഠിപ്പിക്കുന്നത്. അപ്പോ ഹൈഡ്രജന്റെ 2 തന്മാത്രയും ഓക്സിജന്റെ 1 തന്മാത്രയുമാണെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എല്ലാം സമമായിട്ടല്ല കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എവറിത്തിങ് ഈസ് ഡിഫറെന്റ്. ഓരോന്നും വ്യത്യസ്തമാണ്. അപ്പൊ ഈ പ്രപഞ്ചഘടന എന്ന് പറയുന്നത് വൈവിധ്യമാണ്. നാം ഓക്സിജൻ സ്വീകരിക്കുമ്പോൾ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡാണ് സ്വീകരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാ ശക്തികളും ഒരുപോലെയാണോ വ്യത്യസ്തമാണോ? വ്യത്യസ്തമാണ്. ഞാൻ പറയുന്നതൊക്കെ ഫിസിക്സ് ആണ്. ഞാൻ നിങ്ങളോട് ഫിലോസഫി ഒന്നും പറയുന്നില്ല. നമ്മുടെ